വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സിമ്പിൾ കുർത്തി കട്ടിങ് ആട്ടോ. ഒരുപാട് പേര് ചോദിച്ചായിരുന്നു കുർത്തിയുടെ സിമ്പിൾ കട്ടിങ് വീഡിയോ ഇടുമോ എന്ന്. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഫുൾ ലെങ്ത് ആണ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് ലൈനിങ് പീസിലാണ്. നമുക്ക് ലൈനിങ്ങിൽ നമുക്ക് ഫുൾ ലെങ്ത്ത് അത്രയും വേണ്ട, കാരണം നമ്മൾ ഉള്ളിലാണല്ലോ ലൈനിങ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഒരു 5 ഇഞ്ചോളം കുറച്ച് ലെങ്ത്ത് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്തിൽ എത്രയാണോ ലെങ്ത്ത് എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നൊരു 5 ഇഞ്ച് കുറച്ചിട്ട് എടുത്താൽ മതി. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് 44 ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് മാർക്ക് ചെയ്യാൻ പോകുന്നത് ഷോൾഡറാണ്. ഷോൾഡർ 7.75 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് XXL സൈസിൽ ഒരു കുർത്തിയുടെ മെഷർമെൻ്റ് ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഷോൾഡർ വരുന്നത് അതിനെ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സെയിം 7.75 ആം ഹോളിനും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആം ഹോളും ഷോൾഡറും മിക്കപ്പോഴും ഈക്വലായിട്ടാണ് വരാറുള്ളത്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ്, നമുക്ക് അവിടെ ഒന്ന് സ്കെയിൽ ഉപയോഗിച്ച് ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. ആം ഹോളും ഷോൾഡറിൻ്റെ ആ പോയിൻറ്റും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ട മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ് നമുക്ക് നെക്സ്റ്റ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആം ഹോളിന് 9.75 മാർക്ക് ചെയ്തില്ലേ, അതേ മെഷർമെൻറ്റ് ഇപ്പുറത്തെ സൈഡിലും കൂടി എടുത്തിട്ട് സ്കെയിൽ ഉപയോഗിച്ച് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. ഈ ലൈനിലാണ് നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് നമ്മുടെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് സീം അലവൻസ്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് 42 ആണ്. 42നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 10.5 കിട്ടും. പിന്നെ നമുക്ക് ഒരു 2 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ ഒരു സീം അലവൻസിന് വേണ്ടി, അപ്പോൾ 12.5 ആണ് നമുക്ക് ടോട്ടലി അവിടെ കിട്ടുന്നത്. അത് 2 പോയിൻ്റായിട്ട് തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ എവിടെയാണോ 10.5 എടുത്തത് അവിടെ ഒരു ലൈൻ കൊടുത്തതിന് ശേഷം നമുക്ക് സീം അലവൻസ് എത്രയാണോ അവിടെ രണ്ടാമത്തെ ഒരു മാർക്കിങ് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആം ഹോൾ കർവ് ഉപയോഗിച്ച് നമ്മൾ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഫ്രണ്ട് ആം ഹോൾ അല്ല, ബാക്ക് ആം ഹോളാണ് നമ്മളിപ്പം വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമുക്കൊരു 1.5 ഇഞ്ചിൽ എടുത്തിട്ട് ഈ 2 ലൈൻസ് ഒന്ന് ജോയിൻ ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് വേസ്റ്റിൻ്റെ ലെങ്ത് ആണ് വേണ്ടത്. എനിക്കിവിടെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് 16 കിട്ടിയത്. ആ 16 നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് 16 മാർക്ക് ചെയ്ത് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ടാണ് വേണ്ടത്. വേസ്റ്റ് റൗണ്ട് കാണാനുള്ള ഇക്വേഷൻ വേസ്റ്റ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 ഇഞ്ച് സീം അലവൻസ്. അപ്പോൾ 9 ആണ് എനിക്ക് കിട്ടിയേക്കുന്നത്. 9 പ്ലസ് 2 ഇഞ്ച്. അപ്പോൾ നമ്മൾ വേസ്റ്റും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് സ്ലിറ്റില്ലേ, സ്ലിറ്റിൻ്റെ ലെങ്ത് ആണ്. ഇതൊക്കെ നമ്മൾ ബോഡി മെഷർമെൻറ്റിൽ നിന്ന് എടുക്കുന്ന മെഷർമെൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്കിവിടെ സ്ലിറ്റ് ലെങ്ത്ത് വരുന്നത് 22 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അതേ പോയിൻറ്റിൽ നിന്ന് നമുക്ക് സ്ലിറ്റിൻ്റെ റൗണ്ട് കണ്ടുപിടിക്കണം. അതായത് സീറ്റ് റൗണ്ട് എന്നാണ് പറയുന്നത്. അതും നമ്മൾ നമ്മുടെ ബോഡി മെഷർമെൻറ്റിൽ നിന്ന് തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സ്ലിറ്റ് ലെങ്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ മെഷർ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് സീറ്റ് റൗണ്ട് വരുന്നത് 11.5 ആണ് എനിക്ക് വരുന്നത്. അപ്പം ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു 1 ഇഞ്ച് മാത്രമാണ് നമ്മൾ ഇവിടെ സീം അലവൻസ് കൊടുക്കുന്നത്. നമ്മൾ എല്ലായിടത്തും 2 ഇഞ്ചാണ് കൊടുത്തത്. ഈ സ്ലിറ്റിൻ്റെ ഭാഗം വരുമ്പോൾ ഈ സീറ്റ് റൗണ്ട് കൊടുക്കുമ്പോൾ മാത്രമേ നമ്മളൊരു 1 ഇഞ്ചേ കൊടുക്കാവുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾ സ്ലിറ്റ് അടിക്കുമ്പോൾ കറക്റ്റായിട്ട് ആ മടക്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ സ്ലിറ്റ് കിട്ടുകയുള്ളൂ. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു കർവിങ് സ്കെയിൽ ഉപയോഗിച്ച് ഈ നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് എല്ലാം ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇതുപോലത്തെ സ്കെയിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളൊന്ന് ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ താഴത്തെ നമ്മുടെ ലെങ്ത് എടുത്തില്ലേ, ലെങ്തിൻ്റെ ആ ബോട്ടം ആ സൈഡിൽ നമുക്ക് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുത്തിട്ട് ഇവിടെയും നമ്മൾ കറക്റ്റ് സീറ്റ് റൗണ്ട് എത്രയാണോ മാർക്ക് ചെയ്തത് അതുപോലെ തന്നെ സെയിം ഇപ്പുറത്തും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്.
അതുപോലെ തന്നെ നമ്മൾ സീം അലവൻസ് 1 ഇഞ്ചാണ് കൊടുത്തത്, അത് നമ്മൾ അതുപോലെ തന്നെ കൊടുക്കുകയാണ്. ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കുകയാണ്. ഇത് സ്ട്രെയിറ്റ് കട്ടല്ലേ, അതുകൊണ്ടാണ് ഈ ഭാഗത്ത് നിങ്ങൾ എ ലൈനാണ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം ഫ്ലെയർ ഇട്ട് നമ്മൾ എ ലൈനിൽ വരച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. ഇപ്പം നമ്മൾ സ്ലിറ്റാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ വരച്ചു കൊടുത്തത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നെക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതേ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ വന്ന നെക്ക് വിഡ്ത്ത് കണ്ടുപിടിക്കുകയാണ്. എനിക്കിവിടെ നെക്ക് വിഡ്ത്ത് വന്നിട്ടുള്ളത് 3.5 ഇഞ്ചാണ് കേട്ടോ. ഇതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റിനെ 12 കൊണ്ട് ഹരിച്ച് കഴിയുമ്പോൾ ഏത് സംഖ്യയാണോ കിട്ടുന്നത് അതാണ് നമ്മൾ നെക്ക് വിഡ്ത്തായിട്ട് കണക്ക് കൂട്ടുന്നത്. ഇല്ല, ചില കസ്റ്റമേഴ്സ് പറയും എനിക്ക് ഇത്രയും നെക്ക് വിഡ്ത്ത് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കസ്റ്റമറിൻ്റെ ബോഡിയിൽ നിന്ന് തന്നെ നെക്ക് വിഡ്ത്ത് അവരോട് ചോദിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് XXL സൈസിൻ്റെ നെക്ക് വിഡ്ത്താണ് 3.5 വരുന്നത്. അതിനുശേഷം നെക്കിൻ്റെ ഇറക്കം എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നെക്കിൻ്റെ ഇറക്കം ചെയ്യാം. ഇപ്പം നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കമാണ് എടുത്തിട്ടുള്ളത്. 6.5 ആണ് എനിക്ക് ഫ്രണ്ട് നെക്കിന് ഇറക്കം വേണ്ടത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നോർമൽ റൗണ്ട് നെക്കാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ ചെയ്യാം, വേറെ എന്തെങ്കിലും ഷേപ്പിൽ വ്യത്യാസം വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം, അതിന് കുഴപ്പമില്ല. ഞാനിവിടെ നോർമലായിട്ടുള്ള ഒരു നെക്ക് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആംഹോൾ കർവ് വെച്ചിട്ട് നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അപ്പം ഞാൻ ഇവിടെ കുറച്ച് വൈഡ് കൂട്ടിയാണ് ഞാൻ നെക്കിൻ്റെ മാർക്കിങ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത്രയും വൈഡ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ റൗണ്ടിൽ തന്നെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇച്ചിരി വൈഡ് കൂട്ടിയുള്ള ഒരു നെക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നെക്ക് കാണുമ്പോൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ എന്ന് തോന്നണ്ട, സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് നല്ലൊരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അതിനുശേഷം എനിക്ക് ബാക്കിലത്തെ നെക്കിൻ്റെ ഇറക്കം വേണ്ടത് 6 ഇഞ്ചാണ്. അപ്പം നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അത്രയും ഡീപ്പാക്കുന്നില്ല, അതുപോലെ തന്നെ അത്രയും വൈഡ് ഞാൻ കൊടുക്കുന്നില്ല. നോർമലായിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതും നമ്മൾ ആംഹോൾ കർവ് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് ആംഹോള് ഒന്ന് കുഴിച്ചു വെട്ടി കൊടുക്കുകയാണ്. ഒന്ന് കുഴിച്ചു വെട്ടാൻ വേണ്ടി ഒരു 1/2 ഇഞ്ച് നമുക്ക് ആംഹോൾ കർവ് ഒരു 1/2 ഇഞ്ച് താഴ്ത്തി വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുകയാണ്. ഒരു 1/4 ഇഞ്ചിൽ ഒരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഈ ഷോൾഡർ എപ്പോഴും ഇറങ്ങി പോകുന്നു എന്ന് പറയുന്ന കസ്റ്റമേഴ്സിന് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ കറക്റ്റായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്ത് ഇരിക്കണം എങ്കിൽ നമുക്ക് ഈ ഷോളൊന്നും ഇടണ്ട. അപ്പം നമുക്ക് അങ്ങനെ നടക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഫിറ്റായിട്ട് ഷോൾഡർ ഇരുന്നാലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് ഈ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത ഈ ലൈനിങ് പീസ് ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യമേ നമ്മൾ നെക്ക് ഭാഗം കട്ട് ചെയ്തു, അതിനുശേഷം ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്ത് അങ്ങനെ ഫുള്ളേ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സീം അലവൻസും കൂടെ കൂട്ടിയാണ് കട്ട് ചെയ്യുന്നത്, അല്ലാതെ ആദ്യത്തെ ലൈനിൽ അല്ല കട്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ലൈന് മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ലൈനിങ് പീസിൽ സ്ലീവ് മാർക്ക് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ലൈനിങ് ഇട്ട സ്ലീവ് അല്ല വെക്കുന്നത്, വിത്തൗട്ട് ലൈനിങ് സ്ലീവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ മെയിൻ ക്ലോത്തിൽ മാത്രം നമുക്ക് മാർക്കിങ് ചെയ്ത് കട്ട് ചെയ്താൽ മതി. ലൈനിങ് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ സ്ലീവിൻ്റെ മാർക്കിങ് കാണിക്കാത്തത്. അപ്പോൾ ഇത് നമ്മുടെ ലൈനിങ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആ ബാക്ക് പീസിൽ ബാക്ക് എന്ന് എഴുതി കൊടുക്കുക. ഞാനിവിടെ ഫ്രണ്ടിൽ എടുത്തതിനും അറിയാതെ ബാക്ക് എന്ന് എഴുതിയിട്ടുണ്ട്, അത് ഫ്രണ്ട് പീസാട്ടോ. ആദ്യമേ ഇരിക്കുന്നത് ഫ്രണ്ട് പീസ്, അതായത് നമ്മൾ മാർക്ക് ചെയ്ത പീസ് ഫ്രണ്ടാണ്, അതറിയാതെ ഞാൻ ബാക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കിലത്തെ പീസാണ് ശരിക്കുമുള്ള ബാക്ക് പീസ് കേട്ടോ.
അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഏത് ലൈനിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഇപ്പോൾ മെഷർമെൻറ്റ് മറ്റേ പീസിലായല്ലോ, അതുകൊണ്ട് നമ്മൾ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ഒന്ന് നോട്ടിട്ട് കൊടുത്താണ് കേട്ടോ. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫ്രണ്ട് പീസിൽ നമ്മൾ വരച്ചതുപോലെ തന്നെ നമുക്ക് നെക്ക് 6.5 വേണം. അപ്പോൾ അങ്ങനെ ഫ്രണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. ആ രണ്ട് വ്യത്യാസങ്ങളെ ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതേ നമ്മൾ ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കവിടെ ഒരു ഫ്രണ്ടിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്ത് എടുക്കാം. നമ്മുടെ മെയിൻ ക്ലോത്തിലോട്ട് ഈ ബാക്ക് പീസും ഫ്രണ്ട് പീസും വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് മെയിൻ ക്ലോത്ത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ ഫ്രണ്ട് പീസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത വശത്തോട്ട് നമ്മൾ മാർക്ക് ചെയ്ത ലൈനിങ് പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ നെക്ക് കട്ട് ചെയ്യാൻ പാടില്ല, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നെക്ക് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വൃത്തികേടായിരിക്കും. നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാറുണ്ട്, അങ്ങനെ സ്റ്റിച്ച് ചെയ്യരുതെന്നല്ല, പക്ഷെ നമ്മൾ എപ്പോഴും വെട്ടുമ്പോൾ ഇങ്ങനെ വെട്ടുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് ഫേസിങ് വെക്കാതെ നമുക്ക് മറിച്ചിട്ടിട്ട് അങ്ങനെ വെക്കാം. ഫേസിങ് വെക്കുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ലൈനിങ് പീസ് വെച്ചിട്ട് നമ്മൾ ആം ഹോൾ ഒന്ന് വരച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ സൈഡും ഒന്ന് വരച്ചെടുക്കുകയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ലൈനിങ് നമ്മൾ ഫുൾ ലെങ്ത്തിനേക്കാൾ 5 ഇഞ്ച് കുറവാണ് നമ്മൾ ലൈനിങ് പീസ് കട്ട് ചെയ്ത്. അതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് പോകരുത്. ഫ്രണ്ട് പീസിൽ നമുക്ക് 5 ഇഞ്ച് ഇറക്കം കൂടുതൽ വേണം. അത് നിങ്ങൾ ഓർത്തിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇവിടെ ഞാൻ 5 ഇഞ്ച് ഇറക്കം കൂടുതലിട്ടിട്ടാണ് വെട്ടി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഞാൻ നെക്കിൻ്റെ ഭാഗം ഞാൻ വെട്ടിയിട്ടേ ഇല്ല, അതങ്ങനെ തന്നെ നിർത്തിയിട്ട് സൈഡ് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും കൂടെ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. എൻ്റെ മെറ്റീരിയൽ ഇതുപോലെ ആയിരുന്നു. ഫ്രണ്ട് പീസിൽ കുറച്ച് വർക്ക് വരുന്നതായിരുന്നു, ബാക്ക് പീസ് പ്ലെയിൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ബാക്ക് പീസ് വെട്ടിയെടുക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 5 ഇഞ്ച് ഇറക്കം കൂടുതൽ ഇട്ടിട്ട് നെക്ക് ഭാഗം വെട്ടാതെ ബാക്ക് പീസും നമ്മൾ വെട്ടിയെടുത്തു. അപ്പോൾ അതിനുശേഷം നമ്മൾ സ്ലീവിനുള്ള തുണി നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ചീത്തവശമാണ് നമുക്ക് ഫേസ് ചെയ്ത് ചീത്തവശമാണ് വെച്ചേക്കുന്നത്. നമ്മൾ കറക്റ്റായിട്ട് 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ സ്ലീവിൻ്റെ മെഷർമെൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ മെഷർമെൻറ്റ് ചെയ്യുന്നത് ലെങ്ത് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് ആണ് മെഷർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് 14 + 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 15 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സൈഡിലോട്ട് വേണ്ട മെഷർമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെസ്റ്റ് -3/4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് പാർട്ടില്ലേ അത് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഷോൾഡറിൻ്റെ ആ ഭാഗത്തു നിന്നും നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ ടേപ്പ് നമ്മളൊന്ന് ചരിച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം എവിടെ വരെയാണോ നമുക്ക് മെഷർമെൻറ്റ് കിട്ടുന്നത്, അതായത് എനിക്കിവിടെ 10.5 കിട്ടുന്നത്, അപ്പോൾ നമ്മൾ ആ 10.5 നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസിൽ വെട്ടിയിട്ടുള്ളതുപോലെ തന്നെ നമുക്ക് ആം ഹോളും വെട്ടിയെടുക്കാനായിട്ട് പറ്റും സ്ലീവിലും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമ്മളങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് താഴത്തോട്ട് നമ്മളിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ ഭാഗത്തു നിന്നും നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തില്ലേ ആ ഭാഗത്തോട്ട് നമുക്ക് ഒന്ന് വരച്ചു കൊടുക്കാം. ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നമ്മൾ സ്കെയിൽ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ 10 കിട്ടിയത്. ഇവിടെ 10 കിട്ടി. നമുക്കിനി ഇതിൻ്റെ 10ൻ്റെ മിഡ് പോയിൻ്റ് കാണുക 5. 5ൽ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നമ്മൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഒന്ന് ഷേപ്പിൽ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ മിഡ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ട് ഒന്ന് താഴ്ത്തിയും കൂടെ വരച്ചു കൊടുക്കുക. അപ്പം മുകളിൽ ഇച്ചിരി പൊങ്ങിയും ആ മിഡ് പോയിൻറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് താന്നുമാണ് നമ്മുടെ ലൈൻ പോയേക്കുന്നത്. ഈ ലൈൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഈ ബോഡി മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ കൈയുടെ മസിലിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആ മെഷർമെൻറ്റ് കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെയും കൂടെ ഒരു മെഷർമെൻറ്റിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ നിങ്ങൾ എടുത്തിട്ടില്ല എങ്കിൽ സാരമില്ല. നമുക്ക് സ്ലീവിൻ്റെ അടിയിലത്തെ റൗണ്ട് ആണ് ഇനി അടുത്തായിട്ട് വേണ്ടത്. സ്ലീവിൻ്റെ അടിയിലത്തെ റൗണ്ട് നമ്മൾ മെഷർമെൻറ്റിൽ എടുത്തിട്ടുണ്ടാകും. അപ്പം അതിൻ്റെ പകുതിയാണ് നമ്മൾ വൺ സൈഡിൽ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ പകുതിയുടെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് സ്ലീവിൻ്റെ റൗണ്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ ഈ വരച്ച ലൈൻസ് എല്ലാം കൂടെ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളിതങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മൾ മിഡ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ട് വെച്ച ലൈൻ നമ്മൾ കട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഫുൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ പീസ് നമ്മൾ നിവർത്തിട്ടതിന് ശേഷം, അതായത് നമ്മൾ 4 പീസായിട്ട് കിടക്കുന്ന ഈ തുണിയെ 2 പീസായിട്ട് ഇട്ടതിന് ശേഷം മാത്രം ഒരു സൈഡിലുള്ള ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് വീഡിയോ. ഈ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.